അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അടുക്കളയിലാണ്. അടുക്കള തിളങ്ങുന്നുണ്ടല്ലേ? പെയിന്റ് ഒക്കെ അടിച്ചപ്പോ ഉഷാറായിട്ടുണ്ട്. കുറച്ച് 2-3 ദിവസം വെയ്യാണ്ടായി കിടപ്പിലായാലും ഒന്ന് അടുക്കള റൂമൊക്കെ ഒന്ന് ചന്തായിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഒരു ആശ്വാസം. ചെളി പിടിച്ചൊക്കെ കിടക്കുമ്പോ നമുക്കൊരു വിഷമല്ല. അപ്പൊ ഇങ്ങനെ കാണുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ അടുക്കള തിണ്ട് ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നോമ്പ് തുറക്കലും അതിന്റെ പണികളും എല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വൈകിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ വീഡിയോയിലോട്ട് പോവായോ? അപ്പോൾ ഇതാ ഇന്ന് എനിക്ക് വയ്യാത്തോണ്ട് എല്ലാവരും കൂടിയിട്ടാണ് നോമ്പ് തുറ പണിയിട്ട്. ഇക്കാക്ക് വയ്യ, ഇക്കാക്ക് നോമ്പല്ല, അപ്പൊ ഒന്നും ചെയ്യാൻ വയ്യ. അപ്പൊ ഇക്ക ഇന്ന് ക്യാമറമാനാണ് കേട്ടോ. അപ്പൊ കുഞ്ഞു ഇതുണ്ട്. ഇപ്പാക്ക് ഞാൻ ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞും ഫൈക്കുട്ടനും കൂടെ ക്യാരറ്റൊക്കെ ചുരണ്ടാണ്. ഞാൻ എന്താ ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയാണ്. അപ്പൊ അതിന് ചമ്മന്തി, പിന്നെ കുറച്ച് സാമ്പാർ. കുട്ടികൾക്ക് സാമ്പാർ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ സാമ്പാർ ഉണ്ടെങ്കിൽ ഇഡ്ഡലി നല്ല കഴിക്കും. ഇക്കാർക്കും ഇഷ്ടമാണ്. അപ്പൊ സാമ്പാർ ഉണ്ടാക്കുക. ചെറിയുള്ളി ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ചെറിയുള്ളി തൊലിക്കലാണ് ഞാന്. പൊന്നൂസി ഇപ്പാക്ക് എന്റെ വക ക്യാരറ്റ് ഷെയ്ക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാനാ ഉണ്ടാക്കുന്നത്, യൂട്യൂബ് നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഉള്ളി തൊലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ സാമ്പാറിന് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ, ഇനി സാമ്പാർ അടുപ്പത്താക്കണം. അപ്പൊ കുഞ്ഞുന് ഭയങ്കര ഇഷ്ടാട്ടോ. നോമ്പ് വന്നാ വൈകുന്നേരം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കല് ഒരുക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പൊ വൈകുട്ടൻ അതിന്റെ അടിയിൽ കൂടെ ഉള്ളിത്തോലി വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇമ്മ ഞാൻ കളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അവനെ അങ്ങോട്ട് സെറ്റാക്കട്ടെ പറഞ്ഞുകൊണ്ട് കൊടുത്തു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ ഇടയിൽ കൂടെ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ കുഞ്ഞു എന്നെ ഇന്ന് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പൊ ചുരണ്ടി ഇട്ടത് തൊലിച്ചത് എല്ലാം അങ്ങോട്ട് വാരി കളയായിരുന്നു അവള്. അങ്ങനെ നമ്മൾ ഇതാ ഉള്ളിയൊക്കെ കൊണ്ടുവന്ന് എണ്ണയിൽ മൂപ്പിക്കാട്ടു. അപ്പൊ അതിന്ന് ഉള്ളി തൊലിച്ചതിന് കുറച്ച് സാമ്പാറിന് എടുത്തിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. ഫൈക്കുട്ടന് സാമ്പാർ പറ്റൂല, ഫൈക്കുട്ടന് ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല ഇഡ്ഡലി കഴിക്കും. അപ്പൊ എനിക്ക് വിഷമാവും അവൻ കഴിക്കാതിരുന്നാല് പറഞ്ഞിട്ട് അവനിക്ക് എന്നാലും ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും ആയി. പിന്നെ എന്റെ ഒരു കാര്യം പറയാലോ, എനിക്കും ചമ്മന്തി ഇഡ്ഡലി കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ ചമ്മന്തി ആക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കി. അതിലോട്ട് കുറച്ച് തക്കാളി അരിയണം പറഞ്ഞു. അപ്പോഴേക്കും ഇക്കതാ ഓരോ വീഡിയോ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇക്കാനെന്ന് തൽക്കാലം നമ്മള് ക്യാമറമാനെ ആക്കി. ഇക്കൊക്കെ ഒന്നും വയ്യ, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും വന്നിട്ട് കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇന്ന് എന്തായാലും ഇക്കൊക്കെ ഒന്നും വയ്യ. നോമ്പ് ഫസ്റ്റത്തെ നോമ്പും അല്ലേ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആളും വിടുന്നില്ല. എടുക്കണം തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇഡ്ഡലിയാണ്. ഈ മാവ് ഇവിടെ അരച്ചതല്ലാട്ടോ, എന്റെ ഉമ്മ അരച്ചിട്ട് എനിക്ക് കൊടുത്തു വിട്ടതാണ്. എനിക്ക് വെയ്യായി അല്ലേ, ഇനി അരയ്ക്കാനൊന്നും നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ മാവ് അരച്ചിട്ട് ഉമ്മ നടക്കാൻ വരുമ്പോ ഉമ്മ കൊണ്ടുവന്ന് തന്നിട്ട് പോയതാണ്. അപ്പൊ അതാ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു പൊറൊക്കെ ഒന്ന് അടിച്ചു വാരി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഉള്ളി തൊലിച്ച് ഇട്ടതും നമ്മൾ ക്യാരറ്റ് തൊലിച്ചതും എല്ലാം ഉണ്ടല്ലോ, അപ്പൊ അതും വാരി അങ്ങനെ ബാക്കും അടിച്ചു തരാം. അമ്മ ഇനി ഒന്നും ചെയ്യണ്ട, അമ്മ അടുക്കളയിൽ തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇതായി. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞുവിനൊരു വിഷമം. അമ്മ എണ്ണക്കടി ഒന്നുമില്ല, എണ്ണക്കടി വേണ്ടമ്മ, പഴം വാങ്ങിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരേ പറച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ എന്താ ഇനിയിപ്പോ കുട്ടികൾ പറയല്ലേ, ഇനിയിപ്പോ എണ്ണക്കടി വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ 1 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മുടെ വീട്. അപ്പൊ വാങ്ങാൻ പോവണമെങ്കിൽ ഇക്കന്നെ പോവണം, അല്ലാതെ ഒന്നും പറ്റില്ല. പിന്നെ വണ്ടി ഞാൻ അങ്ങനെ പുറത്ത് പോവാൻ തുടങ്ങിയിട്ടില്ല, ഓടിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇക്കന്നെ പോവണം. അപ്പൊ ഉണ്ടാക്കാന്ന് അങ്ങനെ തീരുമാനിച്ചു. അപ്പോഴേക്കും അവളിതാ ടാങ്ക് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടാങ്ക് കലക്കുമ്പോ പിന്നെ അവര് എന്തായാലും പിന്നാലെ അങ്ങനെ ഉണ്ടാവും. കുടിക്കണം പറഞ്ഞ വൈകുട്ടൻ അപ്പൊ തന്നെ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ച്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി എടുത്ത് വെക്കണം. ഇനി അടുത്തതാ സാമ്പാർ ആയിരിക്കുന്നു. ഇനി എന്താ എണ്ണക്കടി ഇല്ലാത്ത സങ്കടം വേണ്ട എന്റെ കുട്ടിന്റെ എന്ന് പറഞ്ഞിട്ട് വേഗം കടയിൽ വിട്ടാക്കി 1/2 കിലോ പഴം വാങ്ങിച്ചിട്ട് വന്ന് പഴത്തിന്റെ കുഞ്ഞു എന്റേതായ പഴംപൊരിയാണ് കേട്ടോ. നമുക്ക് വലുതൊക്കെ ആക്കുമ്പോല്ലേ ഒരുപാട് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടോ എണ്ണ കുറെ വേണ്ടി വരും. അപ്പൊ കുഞ്ഞാകുമ്പോ കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടാവും. അപ്പൊ ഞാൻ ഒരു പഴത്തിന് 4ആക്കി കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ പഴംപൊരി നമുക്ക് മതി എന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞിനോട്. അവള് പറയുന്നുണ്ട്, മുറിക്കുമ്പോ ഇരുന്നിട്ട് അതാ പറയും, ഇതെന്തമ്മ ഇമ്മ ഇങ്ങനെ ചെറുതാക്കണ്, പഴംപൊരി കടയിലൊക്കെ കിട്ടുന്നത് വലുതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചെറുത് മതി, വലിയ പഴംപൊരി വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഉണ്ടാക്കാന് തുടങ്ങി. മാവ് ദോശമാവും പിന്നെ വേറെ കടലമാവിന്റെ ഒരു കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും കൂടെ അങ്ങോട്ട് കലക്കിയിട്ട്
എന്താണ് അങ്ങനെ പഴംപൊരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പഴംപൊരി ഒപ്പിച്ചുണ്ടാക്കി. പിന്നെന്താ, പിന്നെ അപ്പോഴേക്കാണ് ഇക്ക വന്നിട്ട് പറഞ്ഞു ഇക്കാലത്ത് എന്നാ പിന്നെ ഉള്ളി ബജ്ജി പോലെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉള്ളി എടുത്തിട്ട് വേഗം, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഇക്കാക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ചെയ്ത് ഒരു ഉള്ളി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൊണ്ട് ബജ്ജി ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ ഫൈമോൻ ഇതാ കഴിച്ച് സഹായിക്കുന്നുണ്ട്, കുഞ്ഞു എന്നെ പണിയെടുത്ത് സഹായിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോ പിന്നെ കഴിക്കണം പറഞ്ഞപ്പോ ഇട്ട് കൊടുത്ത്, പാത്രത്തിൽ ഇട്ട് കൊടുത്ത്. ഇതൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്ന ആളൊക്കെയാണ് കേട്ടോ, നടന്ന എല്ലാ കാര്യം. കാരണം എനിക്ക് എല്ലാം കൂടെ സഹായിക്കില്ല, വീട്ടിലെ പണിയും വീഡിയോ എടുക്കലും ഒക്കെ പാടേക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ ഇക്ക വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ഇന്ന് വീഡിയോ എടുക്കലാണ്. അങ്ങനെ ഇതാ നമ്മള് ഒക്കെ ആയിട്ടുണ്ട്. ഇഡ്ഡലി ലാസ്റ്റ് ആവി വെന്തുകൊണ്ടിരിക്കുന്നു. അടുക്കള കണ്ടോ അലങ്കോലമായിട്ടുണ്ട്. ഇനി ഈ അടുക്കള ഒന്ന് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. നല്ല അലങ്കോലമായിട്ടുണ്ട്, മാവ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അടുത്തത് ഇതാ കൊട്ടത്തളം നിറയെ പാത്രങ്ങൾ എന്നെയും കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പണി തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എടുത്തു കൊണ്ടിട്ടു അങ്ങനെ കൊട്ടത്തളം നിറഞ്ഞിട്ടുണ്ട്. ഒന്നായിട്ട് അങ്ങോട്ട് കഴുകാൻ നിൽക്കുക, ഈ വെറുതെ പോയി കഴുകാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നായി കഴുകാന്ന് അങ്ങോട്ട് തീരുമാനിച്ച്. അപ്പൊ പാത്രങ്ങളെയും നോക്കി എന്റെ സൗന്ദര്യം ഒന്ന് സെൽഫി പോലെ എടുത്തങ്ങോട്ട് നോക്കി. നല്ല ചൂടാട്ടോ, 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, നല്ല ചൂടാണ്. അപ്പൊ അടുക്കള എന്തായാലും എന്തായാലും എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് തുടങ്ങി. അടുക്കള വൃത്തിയാക്കിയിട്ട് നമ്മൾ പോയി പാത്രം കഴുകിയിട്ട് വന്ന് പാത്രം അങ്ങനെ കുട്ടികളുടെ അടുത്ത് കൊടുത്തു വിട്ടാൽ കുട്ടികൾ കൊണ്ടുവന്ന് വേഗം അടുക്കളയിൽ കൊണ്ടുവയ്ക്കും. ഇക്ക വയ്ക്കുമ്പോ ഇക്ക അതിനെ പാത്ര സ്റ്റാൻഡിലേക്ക് അടുക്കി തരും കേട്ടോ. ഇന്നിപ്പോ പാവൊന്നും വയ്യ, ഫസ്റ്റ് നോമ്പല്ലേ, നല്ല ക്ഷീണുണ്ട് ആൾക്ക്. അപ്പൊ പിന്നെ ഇക്ക ഒന്നും വൈകില്ല. അപ്പൊ ഞാൻ തന്നെ പാത്രങ്ങൾ കൈയോടെ കഴുകി കൈയോടെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. അടുക്കള എന്തായാലും നീറ്റാക്കിയിട്ടുണ്ട്, തുടച്ചങ്ങട്. അങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പൊന്നൂസ് അതിനെല്ലാം സഹായിച്ചിട്ടുണ്ട്. പൊന്നൂസ് വെള്ളം കലക്കി, പൊന്നൂസ് ഷെയ്ക്ക് ഉണ്ടാക്കി, പഴം പാലൊക്കെ ഇട്ടിട്ട് അടിച്ച് ഷെയ്ക്ക് ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി. അയ്യോ എന്റെ ഇഡ്ഡലിയൊക്കെ ചമ്മി പോയിട്ടോ, വേറൊന്നല്ല. അങ്ങനെ ചൂടാറാത്ത പാത്രത്തിൽ അമർത്തി വെച്ചിട്ട് സാമ്പാറായി. അങ്ങനെ ഇതാ ഉള്ളിവട പഴംപൊരി അത് ആയിരിക്കണം. എല്ലാവരും ഇതാ കാത്തിരിക്കണം. അവർക്ക് നല്ല സന്തോഷാട്ടോ, നോമ്പായ നല്ല സന്തോഷം. വൈകുന്നേരം ഇങ്ങനെ എല്ലാം ഒരുക്കിയിട്ടിരിക്കലല്ലേ, അപ്പൊ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ്. എല്ലാവരും ഇക്ക ക്ഷീണിച്ച് മുഖമൊക്കെ വാടി കണ്ടു. ഇക്കാടെ കൂടെ എല്ലാവരും അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ഇരിക്കണ്. വാങ്ങിക്കൊടുക്കണേ ഫൈമോൻ എന്താ വാങ്ങിക്കൊടുക്കാത്ത പറഞ്ഞു ചോദിക്കണേ. നോമ്പിന് എല്ലാം നമ്മുടെ ഉള്ള പോലെ എല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഇതാ നോമ്പ് തുറക്കാനിരിക്കണേ. എല്ലാവരും കണ്ടോ, നോമ്പ് തുറക്കാനിരിക്കണ്. അപ്പൊ ഏതാനും നിമിഷം കൊണ്ട് വാങ്ങിക്കൊടുക്കും. ഇക്ക ക്ഷീണിച്ചു കണ്ടോ, ക്ഷീണിച്ചിക്ക. ഫൈമോന് നോമ്പുണ്ടോ? ഫൈമോനെ എന്റെ കുട്ടിക്ക് നോക്കണ്ടേ കുഞ്ഞിന്? അപ്പൊ അവര് ഉച്ച വരെ ഒരു 11 മണി 12 മണി വരെ ഇരുന്നു കേട്ടോ, നോമ്പ് പറഞ്ഞിട്ട്. പിന്നെ സഹായിച്ചില്ല, പിന്നെ അങ്ങോട്ട് പോയി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാതെ വീഡിയോ ആരും കാണരുത്. മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് കൊടുക്കുക, ഒരു കുഞ്ഞു കമന്റ് ഇടുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നോമ്പൊക്കെ വാങ്ങിക്കൊടുക്കാൻ സമയമായി. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.